സ്നേഹിതരെ, കെ പി യോഹന്നാൻ എന്ന മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു, അന്തരിച്ചു, അതല്ല വാഹനമിടിച്ച് കൊല്ലപ്പെട്ടു എന്നിങ്ങനെയുള്ള വാർത്തകളുടെ നടുവിലാണ്. അത് ഓരോ പത്രക്കാരുടെയും കാഴ്ചപ്പാടുകളനുസരിച്ച് കെ പി യോഹന്നാൻ്റെ മുൻകാല ജീവിതവും ചെയ്തികളും സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളുടെയും അദ്ദേഹത്തിൻ്റെ സ്വയം പ്രഖ്യാപിത സഭയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഓരോരുത്തരും ഓരോ നിഗമനത്തിലേക്ക് പോവുകയാണ്. എന്നിരുന്നാലും 1950 ജനിച്ച അദ്ദേഹം 2024 മരണപ്പെടുമ്പോൾ ഒരു സാധാരണ കേരള ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ ഒരു കേരള ക്രിസ്ത്യൻ സഭകളിലെ വിവിധ മെത്രാന്മാർക്കോ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹം സ്വന്തമായിട്ടൊരു സഭയും കണക്കില്ലാത്ത സമ്പാദ്യവും, ഭൂസ്വത്തുക്കൾ തന്നെ 15,000 കോടിയോളം വരും ഇന്ത്യയിലും വിദേശങ്ങളിലൊക്കെ ആയിട്ട്. ഇതെല്ലാം ചെയ്തത് ക്രിസ്തുവിനെ നന്നായി വിറ്റഴിച്ച് മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം 70കളിലും 80കളിലും ഒക്കെ ഏതോ ഒരു പുസ്തകം എഴുതി, റവല്യൂഷൻ ഓഫ് മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയെ സുവിശേഷവൽക്കരിക്കുന്നതായിരുന്നു ആ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. അത് അമേരിക്കയിലെ മെത്തഡിസ്റ്റ്, സദേൺ പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ വലിയ സ്വാധീനം ചെലുത്തി. ആ പുസ്തകത്തിന് വലിയ സ്വീകാര്യത വന്നു. അതിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ടായി. അവരെല്ലാം മാസം തോറും തങ്ങളുടെ സമ്പാദ്യത്തിലെ ദശാംശങ്ങൾ ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ സ്വന്തം കുടുംബക്കാരുടെ പേരിൽ, ചേട്ടനനിയന്മാരുടെയും ബന്ധുക്കളുടെയൊക്കെ പേരിൽ ട്രസ്റ്റുകളുണ്ടാക്കി. കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, അനേകം സ്ഥാപനങ്ങൾ, ഭദ്രാസനങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്ത് വലിയ സമ്പത്തുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ ഓർത്തഡോക്സ്, മാർത്തോമ, മലങ്കര, സീറോ മലബാർ എന്നീ തൊപ്പിക്കാരുടെ ഇടയിൽ ഒരു സ്ഥാനമാനവും അദ്ദേഹത്തിൻ്റെ ചില പിടിച്ചു നിൽപ്പുകൾക്കും വേണ്ടി അദ്ദേഹം സ്വയം പ്രഖ്യാപിത സഭയായി, സ്വയം പ്രഖ്യാപിത മെത്രാപ്പൊലീത്തയായി. അപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചത് CSI, അന്നത്തെ CSI മെത്രാപ്പൊലീത്തയാണത്രേ. അദ്ദേഹത്തിന് അഭിഷേകം, കൈവയ്പ് ശുശ്രൂഷയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയാക്കി സ്ഥാനാരോഹണം ചെയ്തത്. അതിൻ്റേത് അന്ന് തുടങ്ങിയ അടി ഇന്നിപ്പോൾ CSI സഭയിൽ അദ്ദേഹത്തിന്, അന്നത്തെ മെത്രാപ്പൊലീത്തയ്ക്ക് ഇദ്ദേഹത്തെ കൈവയ്പ് ശുശ്രൂഷ നൽകി മെത്രാപ്പൊലീത്തയാക്കി അവരോധിച്ച CSI സഭയിലെ മെത്രാപ്പൊലീത്തയ്ക്ക് ഇതിൻ്റെ പേരിൽ സ്ഥാനമൊഴിയേണ്ടി വന്നു. പിന്നീട് വന്ന റസാലം ഒരു വലിയ ഏകാധിപതിയെപ്പോലെ പെരുമാറുകയും അനേകം കേസുകളിൽ ജയിലിൽ പോവുകയും കേസുകളിന്മേൽ കേസായിട്ട് സഭയിലെ വിശ്വാസികളും സിനഡും പൗര നേതൃത്വവും കൂടി മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് ആ കോടതി, മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ മാസം CSI സഭയിലേക്ക് 2 റിസീവർമാരെ വെച്ചിരിക്കുകയാണ്, അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചിരിക്കുകയാണ്. അവരിനി CSI സഭയെ ഇന്ത്യൻ നിയമങ്ങളും സഭയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ചട്ടപ്പടി അതിൻ്റെ സമിതികളെ പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയും കണക്കും കാര്യമൊക്കെ അവരിനി ഉണ്ടാക്കും. ഞാനിവിടെ പറഞ്ഞു വരുന്നത് കെ പി യോഹന്നാൻ എന്ന ഒരു ചെറിയ മനുഷ്യൻ വലിയ പ്രസ്ഥാനങ്ങളുണ്ടാക്കി, വലിയ സമ്പത്തിനുടമയാക്കി, അതിന് ക്രിസ്തുവിനെയും സുവിശേഷത്തെയും ഉപയോഗിച്ചു എന്ന ആ ഒരു കാര്യം മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കെ പി യോഹന്നാൻ്റെ തകർച്ച തുടങ്ങുന്നത് ആദ്യം അമേരിക്കയിൽ അദ്ദേഹം പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് സമാഹരിച്ച പണമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. അവരെ ചതിച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിൽ ഇതുപോലെ ഈസ്റ്റേൺ അപ്പസ്തോലിക് ചർച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ അവരവിടെ കേസ് കൊടുത്തു, തങ്ങളെ പറ്റിച്ചിരിക്കുന്നു. അങ്ങനെ അമേരിക്കയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേസ് നടന്ന് അദ്ദേഹം വളരെയധികം ദശലക്ഷക്കണക്കിന് $, അവിടെ കോമ്പൻസേഷൻ കോടതിയിൽ അടച്ചാണ് മുമ്പോട്ട് പോകുന്നത്.
ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊലപാതകമെന്ന് സംശയിക്കാവുന്ന ഈ പൊടുന്നനെയുള്ള മരണത്തിൽ 2 സാധ്യതകളാണ് നിരീക്ഷകർ പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഈ ചതിയിൽ മനം നൊന്ത് കാലങ്ങളായി വിഷമിച്ച് നടക്കുന്ന പെന്തക്കോസ്ത് തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ഇങ്ങേര് പ്രഖ്യാപിച്ച ഏഷ്യൻ മിഷൻ അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ചെലവാക്കുമെന്ന് കരുതിയ തങ്ങളെ വഞ്ചിച്ച് പുതിയ പൗരസ്ത്യ സഭയുണ്ടാക്കിയതിൽ പ്രതികാരമുള്ള ആരെങ്കിലുമായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ സ്വയം പ്രഖ്യാപിത സഭയിലെ അളവില്ലാത്ത സമ്പത്ത് നോട്ടം വെച്ചിരിക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ സഭയിൽ തന്നെ അനുയായികളാകാം അദ്ദേഹത്തെ വകവരുത്തിയത്. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും അമേരിക്കയിൽ നിന്നും ഹവാല പണം കൊണ്ടുവരുവാനുള്ള മാധ്യമങ്ങൾ പല അഴിമതികളെയും പുതപ്പിട്ട് മൂടുന്ന തരത്തിൽ നേരത്തെ കൈകാര്യം ചെയ്തതിൻ്റെ അനന്തരഫലങ്ങളും ആകാം എന്ന ഒരു നിരീക്ഷണമുണ്ട്. എന്തായാലും ഞാൻ ഈ പ്രശ്നം KP യോഹന്നാൻ എന്ന പ്രതിഭാസത്തെ അവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 2017 KP യോഹന്നാൻ്റെ ഇന്ത്യയിലേക്കുള്ള അനധികൃതമായ പണ ഇടപാടുകളെക്കുറിച്ച് ED അന്വേഷണം തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ കേസുകളുടെയും അതുപോലെ ഈ വിദേശ നാണ്യ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ലംഘിച്ചുകൊണ്ടുള്ള പണം ഇറക്കുമതിയെയും കേന്ദ്ര ഗവൺമെൻറ് തടയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അടുത്ത ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ നടന്നപ്പോൾ അക്കാലത്ത് ഒരു ചർച്ചാ വിഷയമായതാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകളെ മോഡി ഗവൺമെൻറ് പീഡിപ്പിക്കുകയാണ്. നിയമം അനുസരിച്ച് വിദേശ ഫണ്ടുകളൊക്കെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളോ സീറോ മലബാറികളോ സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ എല്ലാ സഭകളിലേക്കും KP യോഹന്നാന് മാത്രമല്ല, സീറോ മലബാറിലും മലങ്കരയിലും മറ്റേതൊക്കെ സഭകളുണ്ടോ, എന്തെല്ലാം പ്രസ്ഥാനങ്ങളുണ്ടോ, ഈ എല്ലാ മെത്രാന്മാർക്കും അവർ ഓരോരോ നാട്ടിൽ ചെയ്യുന്ന ഓരോരോ ഒരു പള്ളിപണി, ഒരു പാരിഷ് ഹാള്, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ സർവീസ് പരിപാടികൾ, ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ, ഇതിൻ്റെ എല്ലാം പേരിൽ പണം വിദേശത്ത് നിന്നും പിരിക്കുന്നുണ്ട്. നമ്മുടെ അതിരൂപത കണക്കുകളിലോ സഭകളുടെ കണക്കുകളിലോ അല്ലെങ്കിൽ ഒരു പള്ളിപണി കഴിയുമ്പോൾ വിദേശത്തു നിന്നും ഇത്രയും പണം കിട്ടി എന്ന് നമ്മുടെ വിശ്വാസികളോ അല്ലെങ്കിൽ സഭാ നേതൃത്വമോ പറയാറുണ്ടോ? ഇവിടെയാണ് ഈ പറയുന്ന പോലെ തെഹൽക്കയിൽ പ്രവർത്തിച്ചിരുന്ന തോമസ് സാമുവൽ എന്ന പത്രക്കാരൻ KP യോഹന്നാനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം എങ്ങനെ അമേരിക്ക കീഴടക്കിയെന്നാണ്. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ചെറിയൊരു പത്രക്കാരനായ മറുനാടൻ ഷാജൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ MCBS സഭയിലെ മഹാരാഷ്ട്രയിലൊരു മിഷണറി ആയിട്ട് 1990കളിൽ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ചില വിടുവായുത്തരങ്ങളുടെ ഫലമായിട്ട് ഷാജൻ സ്കറിയയ്ക്ക് ഒരു കേസ് വന്നപ്പോൾ അദ്ദേഹം ഇവിടുന്ന് മുങ്ങുകയും മഹാരാഷ്ട്ര സർക്കാരിൻ്റെയും അതിൻ്റെയൊക്കെ ബലത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടി വന്നതിന് ശേഷം അദ്ദേഹം സ്വന്തം ജ്യേഷ്ഠനെ ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ട് പറയുകയാണ്, ടോമി സ്കറിയ എന്ന റവറൻഡ് ഫാദർ ടോമി സ്കറിയയെ MCBSലെ ഒരു പുരോഹിതനായിട്ടുള്ള സ്വന്തം ജ്യേഷ്ഠനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മറുനാടൻ മലയാളി ഷാജൻ്റെ ജ്യേഷ്ഠൻ മഹാരാഷ്ട്ര കീഴടക്കിയതെങ്ങനെ. ഇവിടെയാണ് നമ്മളുടെ സാധാരണ വിശ്വാസിയും ദൈവവിളി എന്ന പേരിൽ ഈ തൊപ്പി കിട്ടി മെത്രാനാകുകയും ലോഹയിടുകയും ചെയ്യുന്നവരുടെ ജീവിത ലക്ഷ്യങ്ങളിലെ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസം. നാം ഓരോരുത്തരും തങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് കഴിയാവുന്നവ പള്ളിയിൽ നേർച്ചയായും വിവിധ പള്ളിപ്പണികൾക്കും അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവർ ദൈവവിളി എന്ന പേരിൽ മിഷൻ പ്രവർത്തനം എന്ന പേരിൽ വെട്ടിപ്പിടിക്കുകയാണ്. KP യോഹന്നാനാണ് അതിൻ്റെ അത്യുന്നതമായ ഉദാഹരണം.
അതുപോലെ ചെറിയ ചെറിയ നേട്ടക്കാരാണ് നമുക്ക് ചുറ്റുമുള്ള മെത്രാന്മാരും മറ്റ് പല മേൽപ്പട്ടക്കാരും. നമുക്കറിയാം, ഈ അടുത്ത് ഒരു 1.5 വർഷമായിട്ട് പാലാ രൂപതയിൽ പാലാ മെഡിസിറ്റി 300 കോടിയിൽ തുടങ്ങി 500 കോടിയിൽ അവസാനിച്ചു എന്ന് പറയുന്ന ആർക്കും കണക്കറിയില്ല. അതിന് എത്ര വിദേശ സഹായം കിട്ടിയെന്ന് അറിയില്ല, എത്ര പിരിച്ചു എന്ന് ആർക്കും അറിയില്ല, കണക്കുകളൊന്നും എവിടെയുമില്ല. ആകെ കൂടി പറയുന്നത് ഇന്നിപ്പോൾ അത് 4 പുരോഹിത ശ്രേഷ്ഠന്മാരുടെ ട്രസ്റ്റിൻ്റെ സ്വത്തായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി രൂപതയിൽ ഫോളോ മീ എന്ന ഒരു റേഡിയോ ചാനൽ തുടങ്ങുവാൻ വേണ്ടി പണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അതിൻ്റെ പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് 17 കോടിയുടെ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു എന്നൊരു വാർത്ത കേട്ടിരുന്നു. ഈ ഓരോരോ കാര്യങ്ങൾക്കും ഇവർ വിദേശ സഹായം മേടിക്കുന്നുണ്ട്. റോമിനെയും അതുപോലെ വിദേശത്തുള്ള മലയാളികളെയും അല്ലെങ്കിൽ വിദേശത്തുള്ള മറ്റ് ചാരിറ്റി മനസ്സുള്ള മനുഷ്യരെയും പ്രസ്ഥാനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് പണം പിടുങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്. 2 കൂട്ടരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ജീവിത ലക്ഷ്യങ്ങൾ വേറെ വേറെയാണ്. നമുക്കറിയാം, സീറോ മലബാറിൽ 2018 മുതൽ ഉള്ള വലിയ വിവാദമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥലം വിറ്റ് പണം പിടുങ്ങിയ അതിൻ്റെ അന്നത്തെ സഭാതലവനായിരുന്ന മാർ ആലഞ്ചേരിയെക്കുറിച്ചുള്ള വിവാദം. അദ്ദേഹം പ്രകടമായും പ്രത്യക്ഷമായും അധികാര ദുർവിനിയോഗവും ക്രിസ്തീയ വിരുദ്ധതയും ചെയ്തിരിക്കുന്നു എന്ന് മാർപ്പാപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് റെസ്റ്റിറ്റ്യൂഷൻ എന്നൊരവസരം കൊടുത്തു. എന്താണ് ഈ റെസ്റ്റിറ്റ്യൂഷൻ? തൻ്റെ കുറ്റമേറ്റു പറയുക ലോകത്തോട്, വിശ്വാസികളോട്, സഭയോട്. അതിനുശേഷം അതിന് സാമ്പത്തികമായും ധാർമ്മികമായും പരിഹാരം ചെയ്യുക, പരസ്യമായ കുമ്പസാരം. അതാണ് ഈ റെസ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടും ചെയ്തില്ല. ഈ മാർപ്പാപ്പ പറഞ്ഞ ഈ റെസ്റ്റിറ്റ്യൂഷനെ കേരളത്തിലെ സിനഡ് അംഗങ്ങളെല്ലാം മൂടിവെച്ചു. അവരത് കേട്ട ഭാവം നടിച്ചിട്ടില്ല. റെസ്റ്റിറ്റ്യൂഷനെ തുടർന്ന് തനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന വിവാദം, ഏകീകൃത കുർബാന എന്ന വിവാദമുണ്ടാക്കി. അതിനെ തുടർന്ന് ഇപ്പോൾ എറണാകുളം അതിരൂപതയും സഭാ നേതൃത്വവും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തു എന്ന് മാർപ്പാപ്പയ്ക്ക് ബോധ്യപ്പെട്ട മാർ ആലഞ്ചേരിയെ മാർപ്പാപ്പ പുറത്താക്കി. എന്നിട്ടും സഭാ നേതൃത്വം, സീറോ മലബാറിൻ്റെ നേതൃത്വം, സിനഡ് അതിനെ പരിഗണിക്കുന്നില്ല. തങ്ങൾക്ക് പറ്റിയ, മാർ ആലഞ്ചേരിക്ക് പറ്റിയ, എങ്ങനെയും കൈകാര്യം ചെയ്യാവുന്ന ഒരു ഒരു കോമാളി മെത്രാനെ തൽക്കാലം ബിഷപ്പാക്കി തിരഞ്ഞെടുത്തിരിക്കുക. സിനഡൊക്കെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ. ആരാണ് ഈ സിനഡ് നയിക്കുന്നത്? സിനഡ് മെത്രാന്മാർ. അക്കൂട്ടത്തിൽ നേർച്ചപ്പണം എടുത്ത് റിയൽ എസ്റ്റേറ്റ് നടത്തിയെന്ന് പറയുന്ന മുൻ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ താഴത്തുണ്ട്. എറണാകുളം അതിരൂപതയെ മെഡിക്കൽ കോളേജിന് വേണ്ടി എന്ന് പറഞ്ഞ് പണം വാങ്ങി ലോൺ എടുത്ത് കടക്കിണിയിലാക്കുകയും ആ കടം വീട്ടാൻ വേണ്ടി 60 കോടിയുടെ കടം വീട്ടാൻ വേണ്ടി സ്ഥലം വിറ്റിട്ട്, എറണാകുളത്തെ കണ്ണായ സ്ഥലങ്ങൾ വിറ്റിട്ട് ആ കച്ചവടം കഴിഞ്ഞപ്പോൾ കടം കുറയുകയല്ല 100 കോടിയിലേക്ക് കടം വർദ്ധിക്കുകയും ചെയ്യിച്ച മാർ ആലഞ്ചേരിയുണ്ട്. കോറി ബിസിനസ് നടത്തുന്ന താമരശ്ശേരി മെത്രാൻ, അദ്ദേഹത്തെ ഉപ്പാപ്പ മെത്രാൻ എന്നൊക്കെയാണ് പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾ തന്നെ നിരീക്ഷിച്ചുകൊള്ളുക. ഇതിലെല്ലാം ഉപരി പത്രമുത്തശ്ശിയായിരുന്ന ദീപികയെ പണ്ട് അത് വിൽക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചു വാങ്ങുകയും ചെയ്തതിലൂടെ കൊള്ളപ്പണം നേടിയെടുത്ത, വെട്ടിപ്പിടിച്ച മാർ മാത്യു അറക്കൻ
ഇന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തെങ്കിലും അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും സഭയുടെ അകത്തളങ്ങളിലും ഒരു വലിയ കിങ് മേക്കറായിട്ട് വിരാജിക്കുകയാണ്, കൊട്ടാരവും പത്രാസും പരിവാരങ്ങളുമായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ KP യോഹന്നാൻ്റെ ആകസ്മിക മരണത്തിൽ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം. ഈ KP യോഹന്നാൻ്റെ മറ്റ് വിധത്തിലുള്ള പതിപ്പുകളല്ലേ നമ്മുടെ ഓരോ മെത്രാന്മാരും സഭാ നേതൃത്വവും. എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ വിവാദമായ കൊരട്ടിപ്പള്ളിയിലെ സ്വർണം, കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞിരുന്ന അന്നത്തെ വികാരി ഇന്നും വളരെ സമാധാനപരമായിട്ട് വലിയൊരു രൂപതയിൽ, വലിയൊരു ഇടവകയിൽ ജോലി ചെയ്യുന്നു. അതുപോലെ പറവൂർ കോട്ടയ്ക്കാവ് ഫൊറോന പള്ളിയിലെ ജോസ് പുതിയേടത്ത് ഒരു പക്ഷേ എറണാകുളം അതിരൂപതയുടെ മെത്രാനാകും എന്ന് വരെ സ്വപ്നം കണ്ടിരുന്നത്. പണ്ട് തൃപ്പൂണിത്തറ പള്ളിയിൽ ഒരു സ്ത്രീയെ കൊണ്ട് മാതാവിൻ്റെ രൂപത്തിൽ നിന്നും തേൻ ഒഴുകുന്ന മാതാവ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമ്പാദ്യങ്ങൾ കൈക്കലാക്കുകയും ചെയ്ത ഒരു മഹാൻ. അദ്ദേഹം തന്നെ വേറെ JK ബിൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ പണ്ട് ഏതോ ഒരു സുവിശേഷകൻ ജോസഫ് എന്ന പേരുള്ള ഒരു അച്ഛൻ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിലൂടെ സമ്പാദിച്ചതൊക്കെ ഭൂമിയായിട്ട് വാങ്ങിയിട്ടിട്ടുണ്ട്. ആ ഭൂമിയുടെ ഫൗണ്ടേഷൻ JK ബിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷുകാരനൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ജനിച്ച് മരിച്ചുപോയ ഒരു സാധാരണ പുരോഹിതൻ തന്നെയാണ്, സീറോ മലബാർ പുരോഹിതൻ. ആ സ്ഥലങ്ങൾ ഇതൊക്കെ ട്രസ്റ്റാക്കിയിട്ട് ജോസ് പുതിയേടത്തിനെ അതിൻ്റെ പ്രസിഡൻ്റാക്കിയത്രേ. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ മരിച്ചുപോയ ജോസഫ് അച്ഛൻ്റെ ബന്ധുക്കൾ കേസാണ്. ഇദ്ദേഹം ഈ സ്ഥലവും ഭൂമിയും ഒക്കെ തട്ടിച്ചെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ധ്യാന കേന്ദ്രങ്ങളെക്കുറിച്ചും അതിൻ്റെ വട്ടായിൽ ഖാൻ്റെ അട്ടപ്പാടിയിലെ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച്, ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് കേസുണ്ട്. കോട്ടയത്തിന് പല ധ്യാന കേന്ദ്രങ്ങളും പഴയ അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും പാരമ്പര്യ സ്വത്തുക്കൾ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞ കേസുണ്ട്. അതുപോലെ തന്നെയാണ് അമേരിക്കയിൽ നിന്നും വന്ന ഒരു വൈദികൻ സ്വന്തം കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി തൻ്റെ ഇടവകയിലെ, അതായത് ചങ്ങനാശ്ശേരി രൂപതയിലെ പുന്നത്തറ ഇടവകയിലെ കിണറ്റിൽ അതിൻ്റെ ഇരുമ്പടപ്പ് മാറ്റി ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വിചിത്രമായൊരു കേസുണ്ട്. അനേകം കന്യാസ്ത്രീ കുട്ടികൾ 11 മണിക്ക് തലേന്ന് രാത്രിയിലെ രാത്രി വസ്ത്രത്തിൽ തന്നെ ഉച്ചയായപ്പോൾ ഓടി വന്ന് കിണറിൻ്റെ മൂടി എടുത്ത് കിണറ്റി ചാടി മരിച്ചു എന്നൊക്കെ പറയുന്നത് തിരുവല്ലയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ദിവ്യ P. ജോൺ. ഇങ്ങനെ എല്ലാ സാമ്പത്തികവും വ്യഭിചാരപരവും എല്ലാത്തരം കൊള്ളകളെയും സുവിശേഷ വിരുദ്ധ ക്രിസ്തു വിരുദ്ധ പ്രവൃത്തികളെയും പുതപ്പിട്ട് മൂടുന്ന ഒരു ക്രിസ്തീയ സംസ്കാരം നമ്മുടെ സഭാ നേതൃത്വത്തിലും നമ്മുടെ വിശ്വാസ സംസ്കാരത്തിലും വിശ്വാസികളുടെ സംസ്കാരത്തിലും അന്തർലീനമായിരിക്കുന്നു എന്നതാണ് ഈ KP യോഹന്നാൻ്റെ ആകസ്മിക മരണം നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാ സഭകളിലും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ CSI സഭയിൽ കാനൂൺ നിയമം വെച്ചിട്ട് എനിക്ക് എല്ലാത്തിനും അധികാരമുണ്ടെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ മദ്രാസ് ഹൈക്കോടതി അതിനെ ഒരു റിസീവർ ഭരണത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി ആ റിസീവർ അല്ലെങ്കിൽ കോടതി അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതിന് ചട്ടപ്പടിയുള്ള ഇന്ത്യൻ നിയമങ്ങളും സഭാ നിയമങ്ങളും അനുസരിച്ചുള്ള ഭരണസമിതിയെയും സിനഡിനെയും ഒക്കെ സൃഷ്ടിക്കും. അതുപോലെ അത്തരത്തിലുള്ള ഒരു വലിയ കേസാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത്. മുൻ കർദിനാൾ മാർ ആലഞ്ചേരിക്കെതിരെ നടക്കുന്നത് എന്താണ്? കാനൂൺ നിയമം അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത് എന്ന രീതിയിൽ തനിക്ക് എറണാകുളം അതിരൂപതയുടെ സ്വത്തുക്കൾ തൻ്റെ പേരിലുള്ളത് പണം വാങ്ങിയും വാങ്ങാതെയും വിൽക്കാം എന്നാണ് കാനൂൺ നിയമം.
എന്നാണ് മാർ ആലഞ്ചേരി 2018 കോടതിയിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വക്കീൽ ഈ മെത്രാന്മാരുടെ എല്ലാം അവകാശവാദങ്ങൾ, അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും തങ്ങൾക്ക് കാനോൻ നിയമത്തിൻ്റെ പിൻബലമുണ്ടെന്നാണ് പറയുന്നത്. ആ അധികാരങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവരുടെ വിദേശ ഫണ്ടുകളുടെ വിനിമയം എങ്ങനെയാണ് എന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിന് നമ്മൾ മോദി സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ കാലങ്ങളായിട്ട് മെത്രാനാകുന്നവരും വലിയ പുരോഹിത ശ്രേഷ്ഠന്മാരും കണ്ണടച്ച് തുറക്കും മുമ്പ് കോടീശ്വരന്മാരാകുന്നു അവരും അവരുടെ കൂട്ടാളികളും. ഇപ്പോൾ പറയുന്നത് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 പുണ്യങ്ങളാണ് ഈ ദൈവവിളി കിട്ടി കൈവെപ്പ് പുരോഹിതനാകുന്നവർക്ക് ഉണ്ടായിരുന്നത് നമ്മളൊക്കെ കരുതിയിരുന്നത്. ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ ഈ ഇടവക വികാരിമാർക്ക് അല്ലെങ്കിൽ മെത്രാന്മാർക്ക് സഭാ പുരോഹിതന്മാർക്ക് ഇല്ലെന്നാണ് പറയുന്നത്. സന്യസ്തർക്ക് മാത്രമേ ഉള്ളൂ അത്ര അത്. അപ്പോൾ ഇവർ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയോ കഴിയുമ്പോൾ കുടുംബത്തിൽ നിന്നും പോയിട്ട് സഭയുടെ ചെലവിൽ വളർന്ന് വലുതായി പഠിച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് അത് ഒരു പള്ളി മാനേജറോ അല്ലെങ്കിൽ സഭാ മാനേജറോ ആയിട്ട് അവർക്ക് ഒരു ശമ്പളമുണ്ട്. അതിന് പുറമെ ഇതെല്ലാം എഴുതിയെടുക്കാവുന്ന ദാരിദ്ര്യമില്ലാത്ത ഇപ്പോൾ സാധാരണ വിശ്വാസികൾക്ക് ദാരിദ്ര്യമില്ലല്ലോ. അവന് പണിയെടുത്ത് സമ്പത്തുണ്ടാക്കി അവൻ്റെ കുടുംബത്തെ കൊണ്ടു കിടക്കണം. ഇവർക്ക് സമ്പത്തുണ്ടാക്കണമെങ്കിൽ വിശ്വാസികളെയും സഭയെയും കൊള്ള ചെയ്യണം. അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഞാൻ എന്തായാലും KP യോഹന്നാൻ എന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് പറയട്ടെ. അദ്ദേഹം 1980കളിൽ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത്രേ. അതോ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചതോ. ആ പുസ്തകത്തിൻ്റെ പേര് റെവല്യൂഷൻ ഓഫ് മിഷൻ എന്നാണ്. അതിൻ്റെ ക്യാപ്ഷൻ, ആ പുസ്തകത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയാണ്: ദ ട്രാജഡി ഓഫ് മോഡേൺ ഡേ ചർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ മലബാർ, ലത്തീൻ സഭകൾ പോലെയുള്ള സഭകൾ. മോഡേൺ day church is that we misunderstood obedience as legalism. ഒന്നുകൂടി വായിക്കാം. The tragedy of modern day church is that we misunderstood obedience as legalism. KP യോഹന്നാൻ. അനുസരണമാണ് നിയമപരം ക്രിസ്തീയത എന്ന ഒരു മൗഢ്യം, ഒരു തെറ്റായ വിശ്വാസം ഇന്നത്തെ മോഡേൺ ചർച്ചുകളിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയിരിക്കുന്നു. അതായിരുന്നു അദ്ദേഹം മോഡേൺ ചർച്ചുകളെയൊക്കെ വെല്ലുവിളിച്ച് അവസാനം മോഡേൺ ചർച്ചുകളിലെ മേലാളന്മാർ എന്ത് ചെയ്യുന്നു, അതിലപ്പുറം സമ്പാദിച്ച് അതിലപ്പുറം സുവിശേഷത്തിൻ്റെ പേരിൽ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഭൂസ്വത്തും ഒക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ആകസ്മികമായി മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത് ആരെ അനുസരിക്കണം എന്നതാണ്. ബൈബിളിനെയും ക്രിസ്തുവിനെയും അനുസരിക്കണോ, അതെയോ മേലാളന്മാരെ അനുസരിക്കണോ? മേലാളൻ കള്ളനാണ്, കളവ് നടത്തി എന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു 2018 മാർ ആലഞ്ചേരിക്ക് വിധിച്ച റെസ്റ്റിറ്റ്യൂഷൻ. അതിന് സീറോ മലബാർ ചെവിക്കൊണ്ടിട്ടില്ല. അത് കൊള്ളാത്തിടത്തോളം കാലം സീറോ മലബാറിൻ്റെ ഇന്നത്തെ നേതൃത്വം, സിനഡ്, അവർ ക്രിസ്തീയമാണ്, അവർ ക്രിസ്തു വിശ്വാസികളാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. അതിനാൽ ഡിസോബീഡിയൻസ് എന്താണ്? അനുസരണക്കേടാണ് ഇന്ന് പുണ്യം. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ ആലഞ്ചേരിക്കെതിരെ നടന്നു വരുന്ന ജോഷി വർഗീസ് വേഴ്സസ് എന്ന കേസ്. ആ കേസിൽ 17/3/2023 ആ കേസ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. മാർ ആലഞ്ചേരി കൊടുത്ത SLP തന്നെ പേരിലുള്ള കേസുകളൊക്കെ റദ്ദാക്കണം. പക്ഷേ ആ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ സുപ്രീം കോടതിയിൽ എടുത്തപ്പോൾ അതിനകത്ത് മാർത്തോമാ സഭയും താമരശ്ശേരി രൂപതയൊക്കെ അതിനകത്ത് കക്ഷി ചേർന്നു. അതെന്താ കാരണം? ഇത് തങ്ങളുടെയൊക്കെ ഇന്ത്യയിലെ എല്ലാ സഭകളുടെയും മെത്രാന്മാരുടെ അവകാശത്തിന്മേൽ തങ്ങളുടെ
കുതന്ത്രങ്ങൾക്ക്, തങ്ങളുടെ കള്ളക്കണക്കുകൾക്ക്, കള്ളക്കച്ചവടങ്ങൾക്ക്, കൊള്ളയ്ക്ക് തടയിടാവുന്ന ശേഷിയുള്ളൊരു കേസാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ കക്ഷി ചേർന്നു. എന്നിട്ടും സുപ്രീം കോടതി അതിനകത്ത് നീതിയുടെ, ഇന്ത്യൻ നിയമം, കാനോൺ നിയമമല്ല, മാർ ആലഞ്ചേരിയോട് അന്ന് പറഞ്ഞു, താങ്കൾ ഇന്ത്യക്കാരനാണെങ്കിൽ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ കേസുകൾക്ക് വേണ്ടി അതിൽ ഹാജരായി തങ്ങളുടെ ന്യായം അവിടെ ബോധിപ്പിക്കുക. അതനുസരിച്ച് കാക്കനാട് കോടതിയിൽ ജാമ്യമെടുത്ത് നടക്കുന്ന ആളാണ് നമ്മളുടെ മഹാനായ കർദിനാൾ മാർ ആലഞ്ചേരി. അതുപോലെ തന്നെ CSI സഭയിൽ ഇന്ന് റിസീവർമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും മദ്രാസ് ഹൈക്കോടതി വെച്ചിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ മാറ്റമാണ്. ഇത് കാലങ്ങളായി പുണ്യാളന്മാരെന്നും സുവിശേഷകന്മാരെന്നും സാധുജന സംരക്ഷകരെന്നും വിശ്വാസ സംരക്ഷകരെന്നും കരുതിയിരുന്നവരുടെ വിശ്വാസവിരുദ്ധവും ക്രിസ്തുവിരുദ്ധവുമായ കാര്യങ്ങൾ ഇന്ന് ലോകത്തിന് മുൻപിൽ വെളിവായിരിക്കുന്നു. കോടതികൾക്കത് മനസ്സിലായിരിക്കുന്നു. ആയതിനാൽ ഈ അനുസരണ, ക്രിസ്തു ആയിരുന്നു ഏറ്റവും വലിയ റിബൽ. ചരിത്രത്തിലെ കയ്യഫാസും മന്നാസും അടങ്ങിയ സിനേദ്രിയൻ സമൂഹത്തിൻ്റെ കൊള്ളയ്ക്കെതിരെ, ബലി എന്ന പേരിൽ അവരുടെ ആടുമാട് കച്ചവടങ്ങൾക്കെതിരെ, ജെറുസലം ദേവാലയത്തിലെ മാറ്റങ്ങൾക്കെതിരെ, കച്ചവടങ്ങൾക്കെതിരെ അദ്ദേഹം ചാട്ടയെടുത്ത് പെരുമാറിയതാണ് ഓശാന എന്ന പേരിൽ നമ്മളുടെ ഒരു പുണ്യദിനം. അപ്പോൾ ഏറ്റവും അനുസരണം, നീതിക്ക് വേണ്ടിയുള്ള അനുസരണക്കേടാണ് ഇന്നിൻ്റെ പുണ്യം. നമ്മയുടെ നിലനിൽപ്പും വിശ്വാസത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ആധുനിക ഇന്ത്യയിലെ മുന്നോട്ടുള്ള പ്രയാണത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിന് ഈ പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കാണിച്ചു തന്ന അനുസരണക്കേട് നമുക്ക് മാർഗമാകട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.